ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാരി കിങ് ത്രൂസൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പ്രശ്നം പറ്റി, എന്തൊക്കെയോ ആയി, ഞാൻ അറിയാണ്ട് ചത്ത് വീണ്. ഇപ്പം ഞാൻ നേരത്തെ ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെ വീണിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ജനിച്ച എപ്പിസോഡ് 2 ആണ്. ഇപ്പോൾ 1 കാണാൻ എല്ലാവരും ഒരു പൊട്ടത്തരം പറ്റിയതാണ്. പിന്നെ സേവ് ഇൻവെൻ്ററി കൊടുക്കാൻ മറന്നു. എന്തൊക്കെ മോശങ്ങൾ. നമുക്ക് ഏതായാലും വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങാം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം തൊട്ട് തുടങ്ങണ്ടേ. ഇത് രാത്രിയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇൻവെൻ്ററി കൊടുക്കാൻ മറന്നു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ സാധനങ്ങളെല്ലാം ഉണ്ടാവട്ടേനോ. ഇവിടെ ഒരു സ്റ്റിക്ക് കിട്ടി. സ്റ്റിക്ക് മതി. സ്റ്റിക്ക് നമുക്കിവിടെ കുറച്ച് ഫുഡൊക്കെ കിട്ടാം. നമ്മൾ എപ്പിസോഡ് 1 സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഒരു പൊട്ടത്തരം കാരണമാണ് എനിക്ക് ഇതൊക്കെ പറ്റിയത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എൻ്റെ മഴയും പെയ്താ എന്ത് കഷ്ടമാണെന്ന് നോക്കിയാൽ. ഒന്ന് ഗ്രാഫിക്സ് സെറ്റാക്കട്ടെ. ഇതല്ലല്ലോ ഗ്രാഫിക്സ് ഇതല്ല. ഇത് തന്നെ മീഡിയം ലോലൊക്കെ ഇട്ടാൽ മതി. റിഫ്ലക്ഷൻ ലോല് ഇത് ഓഫ്, അല്ലെങ്കിൽ ലാഗ് ഇല്ലാണ്ട് കളിക്കാൻ പറ്റില്ല. മഴയും പെയ്തെല്ലാം കഷ്ടമാണല്ലോ. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം വീഡിയോസൊക്കെ എപ്പോഴും കാണണം കേട്ടോ. ഞാൻ ചില സമയത്ത് ഡെയിലി എപ്പിസോഡ് ഇടുന്നതായിരിക്കും. ചില സമയത്ത് എനിക്ക് ഫ്രീ ഉണ്ടാകുന്ന ടൈമിൽ ഞാൻ ഇടും. അത് നോ ഇഷ്യൂ. പിന്നെ ലേറ്റായിട്ട് വരുന്ന വീഡിയോസൊക്കെ കുറച്ച് ഞാൻ വൈകുന്നേരം, എനിക്ക് തിരക്ക് ബിസി ആയിരിക്കും. ഞാൻ മരം വെട്ടിക്കളിച്ചോണ്ട് നിൽക്കുന്ന കേട്ടോ. ഒന്ന് രാവിലെ ആയിരുന്നെങ്കിൽ നമുക്ക് ഷീപ്പിനെയും ഒന്ന് ബെഡും ഉണ്ടാക്കി ഒരു ഇതൊക്കെ കണ്ടുപിടിച്ച് നല്ല വൈബായി പോവായിരുന്നു. നമ്മൾ ലാസ്റ്റ് കണ്ടെടുത്ത് ഉണ്ടാവണം എൻ്റെ സാധനങ്ങൾ. രാവിലെ ആവട്ടെ, നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പം തന്നെ പോവാം. അപ്പം തൽക്കാലം രാവിലെ യെസ് നമ്മൾ രാവിലെ ആയിരിക്കുന്നു. രാവിലെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോൺ മൈൻ ചെയ്യാം. നല്ലൊരു സ്ഥലത്ത് തന്നെ വീണിട്ടുണ്ട്. എന്നിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. കുറേ വുഡ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം വീഡിയോ കാണുന്നത് ഫുൾ കാണണം കേട്ടോ. പകുതിക്കൊന്ന് വെച്ച് നിർത്തി പോലെ. പിന്നെ കമൻസ് ബിലോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ നമുക്കതും കളിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് സ്റ്റിക്കൊക്കെ ആക്കി നമുക്ക് കുറച്ച് ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു സോഡ്, ഒരു ഓക്കെ. നമുക്ക് ഫസ്റ്റ് മൈനിങ് തുടങ്ങാം. ഇവിടെ തന്നെ ഒരു സ്റ്റോൺ ഉണ്ട്. സ്റ്റോൺ ഏജിലേക്ക് ഇപ്പം കാണിക്കും നമുക്ക് അഡ്വാൻസ്. നമുക്ക് കോർഡിനേറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വില്ലേജ് ഫാസ്റ്റിൽ തന്നെ കണ്ടുപിടിക്കണം. ഈ നാടത്ര ശരിയല്ല, ഈ സ്ഥലമേ ശരിയല്ല, ഞാനേ ശരിയല്ല. അങ്ങനെ പറയണ്ട, ഞാൻ ഇങ്ങനെ പറഞ്ഞേട്ടാ. ഇപ്പം ഞാൻ എപ്പിസോഡ് 1 സൗണ്ട് കുറച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു രസമില്ല, ഒരു വൈബ്. ഇതാരാണ് ഇവിടെ? 2 അമ്മിണിക്കുട്ടികളെ വെട്ടി നുറുക്കണം. നമുക്ക് നുറുക്കി. കേവിലൊന്നും പോകാനില്ല. നമുക്ക് വില്ലേജൊക്കെ കണ്ടുപിടിച്ച് നല്ല വരാം. ഞാൻ സേവ് ഇൻവെൻ്ററി ഇപ്പം എത്ര കൊടുക്കുന്നു ഫ്രണ്ട്സ്? ഒരു പൊട്ടത്തരം കാണിച്ച്. നമുക്ക് മറ്റേ PC-യിലൊക്കെ കളിക്കുന്നില്ല. ആവോ ചത്ത ഫുഡില്ല. കാണുന്ന കുറച്ച് കോപ്പറും മൈൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ദൈവമേ, എന്തൊക്കെ മണ്ടത്തരങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടുന്നു. എന്ത് കഷ്ടാണെന്ന് നോക്കിയേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ടേക്കായിരുന്നു കേട്ടാ.
വീഴൂല ശിവണേ. വീണില്ല, നമുക്ക് നേരെ പോവാം. ഇതാ നമ്മൾ എപ്പിസോഡ് 1 ഇവിടെയൊക്കെ പോയത് ഉണ്ട്. പിന്നെ എപ്പിസോഡ്സൊക്കെ കറക്റ്റ് കാണണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ എവിടെ എത്തി, ഇങ്ങനെ പോയി, അങ്ങനൊന്നും മനസ്സിലാവില്ല. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞേക്കാം. ബഗ്ഗൊക്കെ വരുമോ? വണ്ടേ ഒരു പിക്കാക്സ്, ഒരു ആക്സ്, ഇത്രയും വേണ്ടു നമുക്കിപ്പോൾ. തൽക്കാലത്തേക്ക് ഇപ്പോൾ വാക്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു കോപ്പറൊക്കെ മൈൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഫർണസ് ഉണ്ടാക്കണം. അത് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് കുറച്ചൊരു കേവ് പോലെ തോന്നിക്കുന്നേ. കേവ് എന്ന് പറയാൻ പറ്റൂല, പറയാൻ പറ്റും ചെറുങ്ങനെ. ഫ്രണ്ട്സ് ഞാൻ പൊടിച്ച് ഒരു കത്തി നശിക്കട്ടെ. ഹാർട്ട് അറ്റാക്ക്. എൻ്റെ ദൈവമേ, എന്താ അത്? മുമ്പിൽ വന്ന് ചാടിയതാ? അല്ല, അവരെ തീരുമാനമായി. ഞാൻ ഇങ്ങനെ പഠിക്കുന്നല്ലോ. നമുക്ക് പെട്ടെന്നൊരു ജംപ് സ്കെയർ വരുമ്പോൾ പഠിക്കുന്നു. ഇതെന്താ ഇവിടെ കിടക്കുന്നത്? കോപ്പർ വെച്ച് പുതിയ അപ്ഡേറ്റ് വന്നില്ലേ? നമുക്കത് വെച്ചിട്ടാക്കാമല്ലോ. ഫർണസ് ഫസ്റ്റ് വേണം, എന്നാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ ലൈക്ക് ആൻഡ് സപ്പോർട്ട്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമുക്കിപ്പം നമ്മളെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്താലേ നമുക്ക് പറ്റൂ. ഈ വീഡിയോ ചില സമയം ലോങ് ആയിരിക്കാം, ചില സമയം ഷോർട്ടായിരിക്കാം. ഈ ഡേർട്ട് നമുക്ക് എപ്പോഴും ആവശ്യം വരും. കുറച്ച് നമുക്ക് പിഗ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നു. ഫുൾ ഫുഡ് കൊണ്ട് നമ്മ നിറക്കാൻ പോന്ന അടുത്ത അമ്മിണിക്കുട്ടി. നിക്കമ്മിണിക്കുട്ടി, നമുക്ക് കുറച്ച് ഷീപ്പ് എന്ന് പറയുന്ന സാധനേ കിട്ടുന്നില്ലല്ലോ. അമ്മിണിക്കുട്ടി മാത്രമേ ഉള്ളൂ. അമ്മിണീനെ വിട്ടേക്കാം. എത്ര അമ്മിണിയാ? ഇതൊന്ന് കേറ്. ഇതെന്തൊക്കെ മാങ്ങാച്ചിയാന്ന്. നമുക്കൊക്കെ ഒരു ഷീപ്പ് കിട്ടണം ഫ്രണ്ട്സ്, ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. ഒന്നും നടക്കില്ല. നമുക്ക് രാത്രി ചെലവഴിക്കാൻ പറ്റില്ല. ഞാനൊരു ബിഗിനറാണ്, അത് വേറെ കാര്യമാണ്. മൈൻക്രാഫ്റ്റ് നമുക്ക് ഹാർഡ് കോർ നിങ്ങൾ പറയുമ്പോൾ ഞാൻ കളിക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഭയങ്കര ലാഗ് ഉണ്ട് കേട്ടോ. ലാഗ് ചില ഗെയിമിലൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് ചില സമയത്ത് ഉണ്ടാവാറില്ല, ചില സമയം ഉണ്ടാവാറുണ്ട്. അതെന്താണെന്നറിയില്ല. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ? അല്ല നമുക്ക് വേഗം പോണം ഫ്രണ്ട്സ്. നമുക്ക് സ്റ്റോണ് വേണം, എന്നാലേ ഫർണസ് ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ അവിടെ നിന്ന് പൊട്ടത്തരം കാണിച്ച് ഞാൻ വീണ് ചത്ത് വയ്യ. എന്തൊക്കെയോ കാണിച്ച് ഞാൻ. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനത്തെ വലിയ ഗുണാക്കേവുകളൊക്കെ കാണാം. അപ്പം അതിലൊന്നും നിങ്ങൾ പോയി വീഴാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാരി കെയ്ൻ അല്ല, സോറി, ഫുട്ബോൾ പ്ലെയറിൻ്റെ ഒക്കെ പേരാണ് പറയുന്നത്. പക്ഷെ എൻ്റെ നിക്ക് നെയിം ബച്ചു എന്നാണ്. ബച്ചു അങ്ങനെ വിളിക്കാം. ഫർണസ് ഉണ്ടാക്കാം. ആശ്വാസമായി കുറച്ച് കല്ലിട്ടപ്പോൾ. ഇനി ഫ്രാൻസ് ഈ മഴയൊന്നും നിന്നില്ലെങ്കിൽ കുട കിട്ടോ? നമ്മളെ നാട്ടിലൊരു മഴ പോലും ഇല്ല. ഇതുണ്ട്. ഫർണസ് ഉണ്ടാക്കട്ടെ. വേണ്ട, ജംപ് സ്കെയർ വരാനുള്ള സ്ഥലത്ത് തന്നെയാണ് വീണേ. ഇത് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ.
വലിയ ഗുണാക്കിയവാ ഇതൊന്നും ആയില്ല. വില്ലേജ് കണ്ടുപിടിക്കണം ഫ്രണ്ട്സ്. ഇതിലും വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കോമഡി ആവും. ഇത് ഇന്നത്തെ ഫണ്ണി ഗെയിം പ്ലേ ആട്ടാ. സത്യം പറയല്ല, ഫസ്റ്റ് കാണിച്ച പൊട്ടത്തര ഈ മൈൻക്രാഫ്റ്റിൽ ആരും ഇതുവരെ കാണിച്ചിട്ടുണ്ടാവില്ല. ആരുന്നല്ല, എന്നെ പോലത്തെ പൊട്ടന്മാരെ കാണിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഫർണസ് വേണം. ഫർണസ് കുക്ക് ഇടുന്ന തന്നെ ചെയ്താലോ? വേറെ വഴിയൊന്നുമില്ല. ഇത് കുറച്ച് ലോങ്ങോ ഷോർട്ടോ ആയിരിക്കാം. നമ്മളിതില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് 2 മതി. രാത്രി ആവാനാ പോന്നെ. നമുക്കൊരു ഒരാളെ പോലും കിട്ടുന്നില്ലല്ലോ. നമുക്ക് സ്റ്റോണൊക്കെ ആയി. സ്റ്റോണിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയി. നമ്മൾ ഇനിയും കൂടി എവിടെയെങ്കിലും വീണാൽ നമ്മൾ ചത്തേട്ടാ. നമുക്ക് ഇതാരാണ് ഇവിടെ നിൽക്കുന്നത്? പറഞ്ഞ് തീർന്നില്ല അല്ലേ? ഒരു ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു 2 ഷീപ്പും കൂടി കിട്ടിയാൽ 2 എണ്ണം. വെറും 2 എണ്ണം. വെറും 2 എണ്ണം. വെറും 2 എണ്ണം. ഞാൻ ചിലതൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. എഡിറ്റിങ്ങും പിന്നെ നമ്മളൊന്ന് നോക്കി തൃപ്തിയാവണ്ടേ? നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ. അത് വിട്. എനിക്ക് ഈ മൈൻക്രാഫ്റ്റ് ഗെയിം ഇഷ്ടമാണ്. പക്ഷെ ഇതിലെന്താ ഗ്രാഫിക്സ് കുറച്ചിരുന്നു. പക്ഷെ അത് എൻ്റെ ഇതിൽ കുറച്ചും കൂടി ഗ്രാഫിക്സ് ഉണ്ടാവണമല്ലോ. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എന്തായാലും ഒരു വില്ലേജ്, അതാണ് നമ്മളിപ്പോഴത്തെ ലക്ഷ്യം. ഇതടുത്ത് 2 എണ്ണം കിട്ടി. അങ്ങനെ ഇനി നൈറ്റിന് പേടിക്കണ്ട കേട്ടോ. ഞാൻ ഒരു സാധനവും പോവില്ല. എന്തൊക്കെ അങ്ങനെ ഒരു സമാധാനം. ബെഡ് കിട്ടും. ബെഡ് കിട്ടി. ഐലസാ ബെഡ് കിട്ടി. ഈ സ്കിൻ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ഇഷ്ടപ്പെട്ടല്ലേ? കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഈ ഷെയ്ഡേഴ്സ് എൻ്റെ ഫോണിൽ അങ്ങനെ സപ്പോർട്ടാവുമെന്നറിയില്ല. അതുകൊണ്ട് കുറച്ച് പ്രശ്നം ഒക്കെ ഉണ്ടാവും. ഇത് ഞാൻ വേറെ ബയോമിലെത്തിയല്ലോ. രാത്രിയാവുന്നു. ഇതൊക്കെയോ നടക്കുന്നു. ഇവിടെ വെച്ച് തന്നെ നിർത്തേണ്ടി വരും. എനിക്കൊരു വില്ലേജ് കിട്ടാണ്ട് സമാധാനമില്ല. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ നിർത്തണം. ഇത് ഡെസേർട്ട് എത്തി. ഞാൻ വിഷമിക്കുന്നു. എനിക്ക് വില്ലേജ് കിട്ടുന്നില്ല. ചിലവരൊക്കെ സീഡ് എടുത്തിട്ടായിരിക്കണം വീഡിയോ ചെയ്യുന്നത്. ഞാൻ സീഡൊന്നും എടുത്തില്ല. ഞാനൊരു റാൻഡം എടുത്ത് ചൂസ് ചെയ്തിട്ടാ. ക്രിയേറ്റ് ഒറ്റടി. തത്തമ്മ കിളി വായാടി. നമുക്ക് കുറച്ചെണ്ണത്തിനൊക്കെ കൊണ്ടുപോകാം കേട്ടോ. തത്തളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ മോനെ ബാ ഇരുന്നുണ്ട്. യെസ്, അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ഒരു പെറ്റ്. ഇതിൻ്റെ അടിയിൽ കുറേ ഒരുത്തന്മാരുണ്ട്. നമുക്കതൊന്നും ശ്രദ്ധിക്കണ്ട. തത്തമ്മ നമ്മളെ പറന്നു വരും. ഫ്രണ്ട്സ്, ഒരു പണി കിട്ടി.
ക്രീപ്പർ വന്ന് ചത്തു. അയ്യോ എൻ്റെ തത്തമ്മ. ഏതായാലും ഇവിടെ നിന്ന് ഉറങ്ങാം, പിന്നെ വേറെ വഴിയില്ല. എന്ത് പൊട്ടത്തരാ ഞാൻ കാണിക്കണേ. തത്തമ്മ പോയി. അഹങ്കാരത്തിന് കിട്ടിയ പണിയാ. എന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊരു പൊട്ടം കളിയാണ്. എന്താന്നറിയില്ല ഇപ്പൊ ഒരു ഇത് പെട്ടെന്ന് ഞാനൊരു ഇത് നോക്കാൻ പോവാട്ടാ. അയ്യോ ആരും കണ്ടില്ലല്ലോ. അത് കാണണ്ട. ഫ്രണ്ട്സ് എത്ര കഷ്ടപ്പെട്ട അവിടെ വരെ എത്തിച്ചെൻ്റെ ഒരു തത്തമ്മ പോയി. തത്തമ്മ കിളിവായാടി അല്ലിപ്പൂങ്കുളതായോടി എന്തു തരാം മാനത്തെ. ഈ പോയ വഴിയിൽ തന്നെ എത്രാമത്തെ തൊട്ടാ ഞാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഏത് സ്ഥലത്തേക്കാ പോകുന്നതെന്ന് തന്നെ അറിയില്ല. ഇതെന്താണ് സീപ്പല്ലേ, കാണുമ്പോൾ തല്ലിക്കൊല്ലാൻ തോന്നുന്നു. ഇവിടുന്ന് എനിക്ക് ജംപ് സ്കെയർ വന്നേ. ജംപ് സ്കെയർ. ഐ ആം സ്കെയർഡ്. സുകന്യ ഇതേപോലത്തെ ഗെയിമിംഗ് കണ്ടൻസിനായി ഇനിയും ഫോളോ അല്ല കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലേ എനിക്ക് സപ്പോർട്ട് കിട്ടും, എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും. എന്നാലേ എനിക്ക് വീഡിയോ ഒരു 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 അതുണ്ടാവും. അത് ഒന്നും മനസ്സിലായില്ലല്ലോ. അത്രേ ഉള്ളൂ. ഇപ്പം ഇവിടെ വെച്ചെന്ത് എൻ്റെ പൊട്ട എപ്പിസോഡ്. ഈ മൈൻക്രാഫ്റ്റ് ജീവിതത്തിൽ മൈൻക്രാഫ്റ്റ് യൂട്യൂബിൽ ഇത്ര ഒരു വൃത്തികെട്ട സീരിയസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ആരും ഇതുവരെ അതുപോലും ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവരും അടിപൊളി വില്ലേജൊക്കെ കണ്ടുപിടിച്ച് അവിടുത്തെ അയൺ ഗോളത്തിനെ തല്ലിക്കൊല്ലി. നമുക്ക് അയൺ ഗോളം എന്ന് പറഞ്ഞ സാധനമേ കിട്ടാനില്ല. അയൺ ഗോളം പോയിട്ട് വില്ലേജ് കിട്ടാനില്ല. പിന്നെയല്ലേ നമുക്ക് ഈ സ്പോണാവണ്ടേ ആണല്ലോ നമ്മുടെ തത്തമ്മ പോകുന്നുണ്ടൊക്കെ പോട്ടെ. ഒരു കുറച്ച് നാളത്തേക്കുള്ള ആഹാരം കിട്ടിയല്ലോ. ഇവിടുത്തെ സ്ഥലം കാര്യമാക്കാം. ശരിയാവൂല. ഒരു വില്ലേജ് ഞാൻ ഇപ്പം എന്നെ നിർത്തിപ്പോവും. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം തന്നെ ഒരു പ്രതീക്ഷയിലാണ്. എന്നിട്ട് ആ പ്രതീക്ഷ ഇല്ലതും പോയി. എന്തൂട്ടാ കാണിക്കണേ. ഇതൊക്കെ ഇത് നമുക്ക് കത്തിക്കാൻ നല്ലതാണെന്ന് അറിയാം. ഇങ്ങനത്തെ ഒരു ഭയം. ഇതെന്താ ഭയം? ഇത് വഴിയില്ല ഫ്രണ്ട്സ്, എല്ലാം കുന്നുകളാണ്. നമ്മളെ നാട്ടിൽ കുന്ന് എന്ന് പറയുന്ന സാധനമെല്ലാം ഇടിച്ച് ആക്കി. ഇവിടെ ഡയമണ്ട് ഉണ്ടെങ്കിലോ? അയ്യോ, ഇവിടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ പോവാനായില്ല. നല്ല എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഡയമണ്ട് അല്ല, കുറേ ജന്തുക്കളുണ്ട് ഇവിടെ. അതിൽ ക്രീപ്പറാണ് അതിലത്തെ ഏറ്റവും വലിയ മെയിൻ. എനിക്കിഷ്ടമല്ല ക്രീപ്പറിനെ. എനിക്ക് കണ്ടുകൂടാ, ബഗ്ഗാവോ? എൻ്റെ ഷെയ്ഡേഴ്സൊന്നും വർക്കാവുന്നില്ല. ചിലവരതൊന്നും വർക്കും ആവുന്നില്ല, ഫോണിന് സപ്പോർട്ട് ആവുന്നില്ല. എൻ്റെ ഫോണിന് സപ്പോർട്ടൊന്നും ആവില്ല. എൻ്റെ ഫോണിൽ കുറേ ഗെയിമുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടും. നമുക്ക് കാർ പാർക്കിങ്ങിന് ഇടാം. എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടാവും. എന്നോടാ ശ്രമിക്കാം മാക്സിമം. ഇതെന്തൊക്കെ ബയോമാണ്. ഇത് മറ്റേ പുതിയ ബയോമ്. അവിടത്തേക്കൊന്നും പോവില്ല. ഇവിടെ ഒരു വില്ലേജ്, ഒറ്റൊരു വില്ലേജ് വന്നാൽ മതി. അതിന് 1 വർഷം എടുക്കുമോ വില്ലേജ് എടുക്കാൻ? ചില സമയം മേ ബി നമുക്ക് എപ്പിസോഡ് 3-ലോ 4-ലോ വില്ലേജ് കിട്ടാം. അതുവരെ ബോറിങ് ആയിരിക്കും. ചില സമയം ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ
വീഡിയോ എടുക്കും. അത്ര വരെ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ സ്ഥലം കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇവിടെ എവിടെയോ ഒരു സംഭവം ഉണ്ട്. പംകിൻ കണ്ടാൽ മനസ്സിലാവും. ഉണ്ടാവണേ ഈശ്വര, ഉണ്ടാവണേ. ഇങ്ങോട്ട് ഈ സൈഡായിരിക്കും അല്ലേ, കുന്നിൻ്റെ മുകളിലൊന്നും ആവല്ലേ. ഇവിടെ തന്നെ, ഇവിടെ എവിടെയാണ്. ഇവിടെ കാണണമെന്നില്ല പ്രതീക്ഷയോടെ ലാഗ് അടിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഇത് കഷ്ടാണ്. അങ്ങനെ ടേം ചെയ്താലോ? ടേം പോവാ മോനെ, പയ്യേ വാ. ടാറ്റ. സാഡിലൊന്നുമില്ല. ഇവിടെ വില്ലേജ് 3 പംകിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ വൃത്തികെട്ട ജീവികൾ ഉള്ള സ്ഥലത്ത് തന്നെ നമ്മുടെ വില്ലേജ് തപ്പി ഞാൻ വന്നിട്ടുണ്ട്. കോളൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. എന്നാല് എൻ്റെ ബോറിങ് എപ്പിസോഡ് കാണുന്നുണ്ട്. എനിക്ക് നല്ല റീച്ച് കാണുന്നുണ്ട്. പക്ഷെ ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്നെ കൊണ്ടാണ് ഇത് സാധിക്കാനൊന്നും പോകുന്നില്ല. അസാധാരണമാണ്. ഇപ്പോൾ വൈകിട്ടാവാറായി. ഇതിൽ കഴിക്കാനൊന്നും ഉണ്ട്, പക്ഷെ ചുട്ട് തിന്നാൻ മടിയാവുന്നു. സാധനങ്ങൾ നമ്മൾ ഫുഡൊക്കെ പറക്കി നമുക്ക് ഒരു വാട്ടർ മെലണും കൂടി കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടീനു. ബോറിങ് എപ്പിസോഡ്. ഞങ്ങൾക്കിവിടെ തൽക്കാലത്തേക്ക് ഒരു കൂര കെട്ടണമെങ്കിൽ കെട്ടാം. നിങ്ങൾ മൈൻക്രാഫ്റ്റിൻ്റെ ഇതൊന്നും പറയല്ലേ, മറ്റേ മൾട്ടിപ്ലെയർ എനിക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് സൈൻ ചെയ്യുന്നൊന്നുമല്ല. അവിടെ അതൊന്നും പറ്റില്ല. അത് ഞാൻ വരുന്ന എപ്പെങ്കിലും ആയിട്ട് ഞാൻ ഇടും. അല്ല, സിംഗിളാ പറ്റൂ. ഇത് വേറെ ബയോമെത്തി. ഇത് കഷ്ടാണ്. ഇതിങ്ങനെ പോയ യെസ് ലെറ്റ്സ് ഗോ മോനെ. തോന്നി ഇവിടെ എവിടെയെന്തോ ഒരു മനോഹാരിതം ആയ സാധനങ്ങളും സ്ഥലങ്ങളും. അത്ര വലുതാണോ എന്ന് പറഞ്ഞാൽ വലുതല്ല, ഒന്നിന് കൊള്ളാത്തതാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ തട്ടി മാറ്റുന്നു. ഇതെല്ലാം ഞാൻ എടുത്തോണ്ടോ, ഒന്നും വെക്കില്ല, നശിപ്പിച്ചേക്ക്. നാളെ ഫുഡ് കണ്ടിട്ട് ഇത് സീക്രട്ട് വില്ലേജ് ആണോ? എത്ര ചെറുതാ. നമുക്ക് ഈ വൈക്കോലൊക്കെ പറിച്ചെടുക്കാം. ഇത് നമുക്ക് എടുത്തിട്ട് ഇപ്പം രാത്രിത്തേക്ക് ഇത് ഭക്ഷണമാക്കാം. അപ്പം ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചു. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇന്നത്തെ നമ്മളെ മെയിൻ കാര്യം വില്ലേജ് കണ്ടുപിടിക്കായിരുന്നു കേട്ടോ. വീട് വെക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ട്. തൽക്കാലത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുകയാണ്. എൻ്റെ ഒരു ഓൾറെഡി ഒരു ബെഡ് ഉണ്ട്.
നമുക്ക് ഈ അടുത്ത രാവിലെ ആകുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇത് കുറേ ആയി. നമുക്കിത് പിന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. ഇതെന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് ഫ്രണ്ട്സ്. വേഗം നാളെ ഞാൻ വീഡിയോ വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വീഡിയോ വരും. ഇതെന്താ മഴയുടെ ലോക മോനെ? ഇവിടെ പറ്റില്ല, ഇവിടെ അടച്ച് ഇവിടെ വില്ലേജേഴ്സ് വന്ന് കയറും. ഇപ്പം ഞാൻ ഉറങ്ങുന്ന ഇതാ. ഇപ്പം ഫ്രണ്ട്സ് ഈ വീഡിയോ ഇത്രക്കേ ഉള്ളൂ. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബായ്. ഫുഡും കൂടി കഴിക്കട്ടെ. Bye. Tinda. And do not forget for like and subscribe. Tata.